ഇതിനൊരു പ്രാക്ടിക്കൽ സെൻസ് കൂടെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഈ ആർക്കിടെക്ചർ നിലയിൽ വാസ്തുവിനെ കാണുമ്പോൾ ഇത് പ്രാക്ടിക്കൽ, ഇപ്പോൾ നമ്മൾ മോഡേൺ ആർക്കിടെക്ചർ പോലെ തന്നെയാണ്. ഒരു സ്പേസിൽ നമ്മളിപ്പോൾ ഒരു പർട്ടിക്കുലർ ഫർണിച്ചർ കിട്ടണമെങ്കിൽ അതിൻ്റെ ചുറ്റുമുള്ള സ്പേസ് എന്തായിരിക്കണം, അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് യൂട്ടിലിറ്റി വരുന്നതെന്നുള്ള കണക്കിലാക്കുന്ന പോലെ തന്നെ ഒരു മനുഷ്യൻ അതിനകത്ത് ജീവിക്കുമ്പോൾ അയാളുടെ മൂവ്മെൻറ്റ്സിനെ എല്ലാം മനസ്സിൽ കണ്ടുകൊണ്ടായിരിക്കണം നമ്മൾ ആ ഡിസൈനിലേക്ക് വരാൻ. ഈ ധ്വജ ആയത്തിൽ പറയുന്നതിൻ്റെ ഫലങ്ങളെന്ന് പറയുന്നത് വീടിന് സമ്പത്ത് ഉണ്ടാവും, അതുപോലെ തന്നെ ബഹുമാനം ഒരുപാട്, അവിടുത്തെ താമസക്കാർക്ക് ബഹുമാനം ഒരുപാട് കിട്ടും, ഉയർച്ച ഒരുപാട് വരും, പേരും പ്രശസ്തിയും കൂടുമെന്നാണ് പറയുന്നത്. അപ്പം ഈ ഭരണാധികാരികളെ പോലുള്ള ആൾക്കാർ അല്ലെങ്കിൽ നേതാക്കളെ പോലുള്ള ആൾക്കാർക്കെല്ലാം ഈ ഒരു കണക്കിലുള്ളൊരു ഡിസൈനാണ് ഏറ്റവും നല്ലതായിട്ടുള്ളത്. ഒരു ആരോ ചോദിച്ച പോലെ അങ്ങനത്തെ ഒരു കണക്ക് പ്രകാരം ഒരു വീട് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ അങ്ങനെ ആയി മാറുമോ, അയാളുടെ ക്യാരക്ടർ കൂടെ അതിനകത്തൊരു ഭാഗമല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജിയോമെട്രി വേണോ എന്ന് തന്നെ പലരും ചോദിക്കുന്നുണ്ട്. ഈ കണക്കുകൾ ഇത്രയും കോംപ്ലിക്കേഷൻ അല്ലേ, വാസ്തുവിലെ പൊസിഷൻ മാത്രം നോക്കിയാൽ പോരെ. അപ്പം ഞാൻ എപ്പോഴും പറയും, വാസ്തു സമ്പൂർണ്ണമാകണമെങ്കിൽ ഓറിയൻറ്റേഷൻ, പ്ലേസ്മെൻറ്റ് ആൻഡ് ജിയോമെട്രി, ഈ 3 കാര്യങ്ങളും കറക്റ്റ് ആവണം. ഹായ്, നമസ്കാരം. വാസ്തുഗ്രഹത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ നേരത്തെ ഒരു എപ്പിസോഡിൽ യോനിയെക്കുറിച്ച് പറയുന്നുണ്ട്. യോനി എന്ന് പറയുന്നത് എന്താണ്, യോനി പ്രാണധംന എന്ന് നമ്മുടെ മനുഷ്യാലയ ചന്ദ്രിക പറഞ്ഞിരിക്കുന്നതിനെ കുറിച്ചുമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഓരോ ദർശനത്തിനും ഓരോ യോനികളാണ് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളതെന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മുമ്പിലുള്ള വീഡിയോകൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇന്ന് ഞാൻ ഈ അയാദി ഷഡ്വർഗം എന്ന് പറയുന്ന ഈ കോൺസെപ്റ്റ്, അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇത് മനുഷ്യാലയ ചന്ദ്രികയിൽ ഈ പറയുന്നതനുസരിച്ച് നമ്മളിപ്പോൾ ഈ കൈക്കണക്ക് പട്ടികയൊക്കെ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് വരുന്ന രീതിയിൽ ഓരോ യോനിക്കും ഓരോ ചുറ്റിനും ഇത്ര യോനി എന്ന് കണക്കാക്കിയിട്ടൊക്കെയാണ് നമ്മൾ ഡിസൈൻ ആസ്പെക്റ്റിൽ പ്രാക്ടിക്കലി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതെങ്കിലും ഈ അല്ലെങ്കിൽ വ്യയം, ഈ വ്യയവും ഈ എല്ലാ വാസ്തു ടെക്സ്റ്റ് ബുക്കുകളിലും പല രീതികളിൽ പരാമർശിച്ചിട്ടുണ്ട്. പല രീതിയിൽ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കാനാണെങ്കിൽ നമ്മുടെ ഈ മയമതം സമരാംഗണ സൂത്രധാര ആയത്തിനെ കുറിച്ച് പറയുന്നത് ഈ 8 ടൈപ്പ് ഓഫ് ഔട്ട്ലൈൻ പ്ലാനിങ്ങിൻ്റെ ഒരു ആസ്പെക്റ്റിലാണ് പറയുന്നത്. അപ്പം മയമതവും രാജവല്ലഭവും മാനസാരവും ഒക്കെ ഇതിന് ഗ്രഹബന്ധ എന്നൊരു കോൺസെപ്റ്റ് അത് വെച്ചിട്ട് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെല്ലാം ഓരോരോ ടെക്സ്റ്റ് ബുക്കുകളിലും ഓരോ പ്രിൻസിപ്പിളിൽ അത് ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആയം എന്ന് പറയുന്നതിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പം സൂത്രധാര മന്ദന അല്ലെങ്കിൽ വാസ്തുമന്ദനം എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് ബുക്കുണ്ട്. അപ്പം അതിനകത്ത് ഇതിന് വേറൊരു ഓറിയൻറ്റേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. കാര്യം നമ്മളിപ്പോൾ പറയുന്ന ധ്വജയോനി, സിംഹയോനി, അതുപോലെ ഗജയോനി, ഋഷഭയോനി എന്ന് പറയുന്ന ഈ 4 യോനികളിൽ ആണ് നമ്മൾ സാധാരണ വീടുകൾ ഡിസൈൻ ചെയ്യാനായിട്ട് കണക്കുകൾ കൽപ്പിക്കുന്നത്. പക്ഷേ അവിടെ തന്നെ ഈ സൂത്രധാര മന്ഥന എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്ക് അവതരിപ്പിക്കുന്ന കോൺസെപ്റ്റ് ഇതിനെ ധ്വജ ആയ, അതുപോലെ തന്നെ ഋഷഭ ആയ എന്ന് പറയുന്ന രീതിയിൽ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇപ്പം ഡിസൈൻ ആസ്പെക്റ്റിൽ ഇപ്പോൾ ധ്വജ ആയ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ധ്വജ യോനിയിൽ ഡിസൈൻ ചെയ്യപ്പെടുന്ന ബിൽഡിങ്ങിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഫലങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ധ്വജ ഏറ്റവും സർവ്വശ്രേഷ്ഠമായ ഒരു ആയമായിട്ടാണ് അതിനെ അയാദി ഷഡ്വർഗത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളൊരു ആയമായിട്ടാണ് അതിനെ കണക്കാക്കുന്നത്. ആ ആയം എന്ന് പറയുന്നത് നമുക്കിപ്പോൾ നമ്മുടെ ഇവിടുത്തെ മനുഷ്യാലയ ചന്ദ്രിക പ്രാക്ടിക്കലി നമ്മളത് യോനി എന്ന സങ്കല്പത്തിൽ നമുക്ക് എടുക്കാം. അപ്പോൾ ഈ ധ്വജ ആയ എന്ന് പറഞ്ഞ് ആ ആയ കണക്കിൽ നമ്മൾ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ബിൽഡിങ്ങിൻ്റെ ഗുണങ്ങളെപ്പറ്റി പറയാനാണെങ്കിൽ വിജയധ്വജം എന്ന് പറയുന്നൊരു പതാക എന്ന രീതിയിലാണ്. പതാക എന്ന് പറയുമ്പോൾ വിജയത്തിൻ്റെ ഒരു സ്തംഭം എന്ന് പറയുന്ന ഒരു അധികാര പവർ കിട്ടുന്ന ഒരു ടൈപ്പ് ഓഫ് കാറ്റഗറി ബിൽഡിങ്ങാണ് ഈ ധ്വജ ആയത്തിൽ നമ്മൾ കണക്കിൽ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ബിൽഡിങ്ങിന് കിട്ടുന്നത്. അപ്പോൾ ജിയോമെട്രി വേണോ എന്ന് തന്നെ പലരും ചോദിക്കുന്നുണ്ട്. ഈ കണക്കുകൾ ഇത്രയും കോംപ്ലിക്കേഷൻ അല്ലേ, വാസ്തുവിലെ പൊസിഷൻ മാത്രം നോക്കിയാൽ പോരെ. അപ്പം ഞാൻ എപ്പോഴും പറയും, വാസ്തു സമ്പൂർണ്ണമാകണമെങ്കിൽ ഓറിയൻറ്റേഷൻ, പ്ലേസ്മെൻറ്റ് ആൻഡ് ജിയോമെട്രി, ഈ 3 കാര്യങ്ങളും കറക്റ്റ് ആവണം. ഓറിയൻറ്റേഷൻ മാത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായ ഡയറക്ഷനിൽ മാത്രം വെച്ച് കഴിഞ്ഞാൽ വാസ്തു സമ്പൂർണ്ണമാവുന്നില്ല. അവിടെ ഓരോ മുറികൾക്കും ഓരോ പ്ലേസ്മെൻറ്റ് എവിടെയൊക്കെയാണെന്നുള്ളത് കൃത്യതയോടുകൂടി കൊടുത്താൽ മാത്രമേ ഒരു പൂർണ്ണത അവിടെ വരുള്ളൂ. പിന്നെ വരുന്നത് ജിയോമെട്രിയാണ്. മൂന്നാമത് വരുന്നത് ജിയോമെട്രി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്റ്റാണ്. ആ ജിയോമെട്രിയിലാണ് നമ്മൾ ഈ പറയുന്ന ഈ കാൽക്കുലേഷൻസ് ഒക്കെ വരുന്നത്. അപ്പം ഇതിന് പ്രൊപ്പോർഷനേറ്റിംഗ് ഓഫ് ദി ബിൽഡിംഗ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓരോ മുറികൾക്ക് എന്തളവ്,
ഇതിനൊരു പ്രാക്ടിക്കൽ സെൻസ് കൂടെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഈ ആർക്കിടെക്ചർ നിലയിൽ വാസ്തുവിനെ കാണുമ്പോൾ ഇത് പ്രാക്ടിക്കൽ, ഇപ്പോൾ നമ്മൾ മോഡേൺ ആർക്കിടെക്ചർ പോലെ തന്നെയാണ്. ഒരു സ്പേസിൽ നമ്മളിപ്പോൾ ഒരു പർട്ടിക്കുലർ ഫർണിച്ചർ കിട്ടണമെങ്കിൽ അതിൻ്റെ ചുറ്റുമുള്ള സ്പേസ് എന്തായിരിക്കണം, അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് യൂട്ടിലിറ്റി വരുന്നതെന്നുള്ള കണക്കിലാക്കുന്ന പോലെ തന്നെ ഒരു മനുഷ്യൻ അതിനകത്ത് ജീവിക്കുമ്പോൾ അയാളുടെ മൂവ്മെൻറ്റ്സിനെ എല്ലാം മനസ്സിൽ കണ്ടുകൊണ്ടായിരിക്കണം നമ്മൾ ആ ഡിസൈനിലേക്ക് വരാൻ. അപ്പോൾ അതാണ് അതിനകത്തുള്ളൊരു സെൻസ്. അപ്പം ഈ ധ്വജ ആയത്തിൽ പറയുന്നതിൻ്റെ ഫലങ്ങളെന്ന് പറയുന്നത് വീടിന് സമ്പത്ത് ഉണ്ടാവും, അതുപോലെ തന്നെ ബഹുമാനം ഒരുപാട്, അവിടുത്തെ താമസക്കാർക്ക് ബഹുമാനം ഒരുപാട് കിട്ടും, ഉയർച്ച ഒരുപാട് വരും, പേരും പ്രശസ്തിയും കൂടുമെന്നാണ് പറയുന്നത്. അപ്പം ഈ ഭരണാധികാരികളെ പോലുള്ള ആൾക്കാർ അല്ലെങ്കിൽ നേതാക്കളെ പോലുള്ള ആൾക്കാർക്കെല്ലാം ഈ ഒരു കണക്കിലുള്ളൊരു ഡിസൈനാണ് ഏറ്റവും നല്ലതായിട്ടുള്ളത്. കാര്യം എന്ന് വെച്ചാൽ അവരെ സംബന്ധിച്ച് സർവോത്തമമായിട്ടുള്ള ഒരു യോനി കണക്കാണ്. നമ്മളിപ്പോൾ ആരോ ചോദിച്ച പോലെ അങ്ങനത്തെ ഒരു കണക്ക് പ്രകാരം ഒരു വീട് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ അങ്ങനെ ആയി മാറുമോ, അയാളുടെ ക്യാരക്ടർ കൂടെ അതിനകത്തൊരു ഭാഗമല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്തരത്തിലുള്ളൊരു അറ്റ്മോസ്ഫിയറിൽ ഇരിക്കുമ്പോൾ അയാളുടെ ക്യാരക്ടറിൽ ചേഞ്ചുകൾ വരും എന്നുള്ളതാണ് അതിനുള്ള ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ധ്വജ ആയം കഴിഞ്ഞാൽ പിന്നെ അടുത്ത് നമുക്ക് 4 ടൈപ്പ് ഓഫ് ആയങ്ങൾ നമുക്ക് ഉപയോഗിക്കാമെന്ന് ഞാൻ പറഞ്ഞു. ബാക്കി വർജിതമായിട്ടുള്ള ആയങ്ങളെ പറ്റി ഞാൻ പറയുന്നില്ല. ഇനി സിംഹ ആയം അല്ലെങ്കിൽ സിംഹയോനി എന്ന് വേണമെങ്കിൽ പറയാം. അത് 3 എന്ന് പറയുന്ന സംഖ്യയിലേക്ക് വരുന്ന ധ്വജം. നമ്മൾ നേരത്തെ 1ൻ്റെ കാര്യം പറഞ്ഞപ്പോൾ മറ്റത് 3 എന്നുള്ള യോനിയിലേക്ക് വരുന്നതാണ്. 3 എന്നുള്ള ആയത്തിലേക്ക് വരുന്നതാണ്. അവിടെ ധൈര്യം, നമുക്കറിയാം സിംഹം എന്ന് പറയുന്ന ധൈര്യത്തിൻ്റെ റെപ്രസെൻറ്റേഷനാണ്, ശക്തിയുടെ റെപ്രസെൻറ്റേഷനാണ്. ധൈര്യം, ശക്തി, രാജഭംഗി. അതായത് ആയത്തിൽ ഒരു ബിൽഡിംഗ് ഡിസൈൻ ചെയ്ത് അതിനകത്ത് താമസിച്ച് കഴിഞ്ഞാൽ അവിടെ താമസിക്കുന്ന ആളുകൾക്ക് ഈ ധൈര്യം കൂടും, അതുപോലെ തന്നെ ശക്തി കൂടും, ഭംഗി, രാജഭംഗി, ആ രാജപ്രൗഢി കൂടും എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് സിംഹയോനി എപ്പോഴും ഈ ക്ഷത്രിയ കാറ്റഗറിയിലുള്ള ആളുകളുടെ വീടുകളായിട്ടാണ് പണ്ട്, അതായത് രാജകുടുംബവുമായി ബന്ധപ്പെട്ട് കൊട്ടാരങ്ങൾ പോലുള്ള കാര്യങ്ങളിലാണ് ഈ സിംഹയോനി കണക്കുകൾ കൂടുതൽ ഉപയോഗിച്ച് കണ്ടിട്ടുള്ളത്. കാര്യം അത് അന്ന് ആ ഒരു സെൻസ്, ധൈര്യം കൂടുന്ന സിംഹത്തിൻ്റെ ഒരു റെപ്രസെൻറ്റേഷനായിട്ടാണ് ഈ ഒരു യോനിയെ കാണുന്നത്. അപ്പോൾ ധൈര്യം, അധികാരം വർദ്ധിക്കും എന്നുള്ളതാണ്. പിന്നെയുള്ളത് ഇതിനകത്ത് ചെറിയൊരു നെഗറ്റീവ് ഉള്ളത്, ചിലപ്പോൾ അനാവശ്യമായിട്ടുള്ള കലഹങ്ങൾ ഉണ്ടാകുമെന്നൊരു നെഗറ്റീവുണ്ട്. ആക്രോശം, അനാവശ്യമായ കലഹങ്ങൾ. അത് സ്വാഭാവികമായിട്ടും ഈ മൃഗത്തിൻ്റെ ഒരു ക്യാരക്ടർ നമ്മളെടുത്താൽ അത് എന്തുകൊണ്ടാണ് ആ മൃഗത്തിന് പാരലായിട്ട് ഈ സംഭവം പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെ മനസ്സിലാക്കാം. അനാവശ്യമായ ആക്രോശങ്ങളും കലഹങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു മൃഗമായതുകൊണ്ടാവാം സ്വാഭാവികമായിട്ടും ഇത്തരം യോനിയിൽ വരുന്ന ഒരു ബിൽഡിങ്ങിന്. ഇപ്പോൾ ഇതിനൊക്കെ നമുക്ക് വളരെ രസകരമായ സംഭവം, വാസ്തു ഒരു ബിൽഡിങ്ങിനെ പോലും അതിൻ്റെ പേഴ്സണാലിറ്റി ഐഡൻറ്റിഫൈ ചെയ്ത് ആ ബിൽഡിങ്ങിൻ്റെ ക്രിയേഷൻ്റെ പോയിൻറ്റ്സ് പറയുമ്പോൾ അവിടെ റെപ്രസെൻ്റ് ചെയ്യപ്പെടുന്ന ഒരു മൃഗമാണ്. അപ്പം എന്തുമാത്രം സട്ടൈൽ ലെവലിലുള്ളൊരു ഇൻ്റർപ്രിറ്റേഷൻസാണ് ഈ വാസ്തുവിൽ വന്നിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യമാണ്. അപ്പോൾ അതിനെ ഈ ഒരു കാലഘട്ടത്തിൽ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളത് അതിൻ്റെ പ്രാക്ടിക്കാലിറ്റി കൃത്യമായി നമ്മൾ ഉപയോഗിക്കുമ്പോഴാണ്. അപ്പോൾ അതുപോലെ തന്നെ സിംഹയോനി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പറയാൻ പറ്റുന്നത് പറഞ്ഞാൽ ഋഷഭയോനി അല്ലെങ്കിൽ ഋഷയോനി അല്ലെങ്കിൽ ഋഷയായ എന്ന് പറയുന്ന കാറ്റഗറി. അപ്പോൾ അത് 5 എന്ന് പറയുന്ന നമ്പറിലേക്ക് വരുന്നതാണ്. അപ്പോൾ അവിടെ കാളയാണ് പ്രതീകം. അപ്പോൾ കാള പ്രതീകം എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ കൂടുതലും നമ്മളൊരു അഗ്രികൾച്ചറൽ എക്കണോമി എന്ന് വേണമെങ്കിൽ പറയാം. ഭക്ഷ്യധാന്യങ്ങളുടെ ബാഹുല്യം കിട്ടുന്നതിൽ ഭക്ഷണം എപ്പോഴും കിട്ടും എന്നുള്ളതാണ് മെയിനായിട്ട്. അത്തരം വീടുകളിൽ ഭക്ഷണത്തിന് ദാരിദ്ര്യം ഉണ്ടാവില്ല എന്നുള്ളതാണ് ഒന്ന്. പിന്നെ അതുപോലെ തന്നെ സമൃദ്ധി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എപ്പോഴും സ്ഥിരതയും ഐശ്വര്യവും ഉണ്ടാവും. അപ്പോൾ അതാണ് ഈ ഋഷഭയോനിയുടെ പ്രത്യേകത, അല്ലെങ്കിൽ ഋഷഭ ആയത്തിലുള്ള പ്രത്യേകത. ഇപ്പോൾ ഇതിപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ആയം എന്ന് ഞാൻ പറയുന്നത് കൊണ്ട് കൺഫ്യൂസ്ഡ് ആവേണ്ട കാര്യമില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ആയം പ്രിൻസിപ്പിൾ തന്നെ യോനിയിൽ അപ്ലൈ ചെയ്യുന്നത്. അപ്പം നമ്മൾ കണക്ക് നോക്കി ചെയ്യുന്നവർ അത്തരം യോനികൾ സെലക്ട് ചെയ്ത് കണക്കുകൾ എടുത്താൽ മതി. പക്ഷേ ഇതിനൊരു ഇങ്ങനെ ഒരു വശം കൂടെ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പം അടുത്ത യോനി എന്ന് പറയുന്നത് നമ്മൾ 7 വരുന്ന ഗജയോനി എന്ന് പറയുന്നത്. അപ്പോൾ ഗജയോനി നമുക്കറിയാം ആന എന്ന് പറയുന്ന ആനയാണ് പ്രതീകമായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ മഹത്വം എന്ന് പറയുന്നത് മഹത്വം തന്നെയാണ് അതിൻ്റെ മഹത്വം. ആന എപ്പോഴും പേര് പറയുമ്പോൾ തന്നെ അതിൻ്റെ മഹത്വം നമുക്ക് ഫീൽ ചെയ്യുന്നില്ലേ. അപ്പോൾ അതാണ് മഹത്വം. പിന്നെ അതുപോലെ സ്ഥിരത ആനയുടെ ഒരു പ്രത്യേകതയാണ്. പിന്നെ പ്രശസ്തി, ഐശ്വര്യം, ഇതെല്ലാം ആനയുടെ അല്ലെങ്കിൽ ധനം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വലിയ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു മെൻറ്റാലിറ്റി, ഇതെല്ലാം ഇത്തരം വീടുകൾക്ക് സ്വാഭാവികമായിട്ടും ഇത്തരം വീടുകളിൽ താമസിക്കുന്നവർക്ക് ഉണ്ടാവുമെന്നുള്ളതാണ്. വലിയ കാര്യം, അവരുടെ ചിന്തകൾ തന്നെ വലുതാവും എന്നുള്ളതാണ് അതിനകത്തുള്ളൊരു കോൺസെപ്റ്റ്. അപ്പം ദോഷങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഈ 4 ആയങ്ങളിൽ പെടുന്ന അല്ലെങ്കിൽ 4 യോനികളിൽ പെടുന്ന കണക്കുകൾ നമ്മൾ സെലക്ട് ചെയ്യുക. നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ആയം എന്ന് പറയുന്നതിന് മോഡേൺ കോണ്ടെക്സ്റ്റിൽ ഒരുപാട് റിസർച്ച് വന്നിട്ടുണ്ട്. പ്രൊപ്പോർഷനേറ്റിംഗ് തന്നെ ഇപ്പോൾ തന്നെ ആയത്തിൻ്റെ കാൽക്കുലേഷൻ തന്നെ പല ബുക്കുകളിലും പല രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ യോനി നമ്മൾ എടുത്താൽ പോലും
യോനിയുടെ കാൽക്കുലേഷനിലൊക്കെ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കുറച്ച് ഡീപ്പായിട്ടുള്ള കാര്യങ്ങളാണ്, അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല ഇപ്പോൾ. പക്ഷേ ഇത്തരം യോനി റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ ആയ റെപ്രസെൻറ്റേഷനിലുള്ള രീതിയിലുള്ള കണക്കുകൾ, ജിയോമെട്രിയെ നമ്മൾ വീടിൻ്റെ ഡിസൈനിൽ കൂട്ടുപിടിക്കണം എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. ഇത്രയും പറഞ്ഞിട്ട് വീഡിയോ അവസാനിപ്പിക്കുന്ന മറ്റൊരു നല്ല വീഡിയോയുമായി നിങ്ങൾ മുന്നിൽ എത്തുന്നവരെ നന്ദി, നമസ്കാരം.